Cognitive processes in learning. The topic is memory. So, memory is a cognitive process. Memory, the power of the mind to retain and reproduce experiences is called memory. So, power of the mind, മനസ്സിൻ്റെ ശക്തിയാണ് to retain, അത് സൂക്ഷിച്ചു വയ്ക്കാൻ, സേവ് ചെയ്യാൻ, പ്രിസർവ് ചെയ്യാൻ, റിറ്റെയിൻ ആൻഡ് റീപ്രൊഡ്യൂസ്, വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ, നമ്മുടെ എക്സ്പീരിയൻസസ്, നമ്മുടെ അനുഭവങ്ങളെ റീറ്റെയിൻ ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനുമുള്ള മനസ്സിൻ്റെ പവർ ഓഫ് മൈൻഡ്, ദാറ്റ് ഈസ് മെമ്മറി. ക്ലിയർ ആണോ? ദ പവർ ഓഫ് ദ മൈൻഡ് ടു റീറ്റെയിൻ ആൻഡ് റീപ്രൊഡ്യൂസ് എക്സ്പീരിയൻസസ് ഈസ് കോൾഡ് memory. According to Wordsworth name ആണ് Wordsworth, 4 main elements or factors involved in memory. It's very important. There are 4 elements, 4 factors involved in memory. മെമ്മറിയിൽ 4 മെയിൻ ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്, എലമെന്റ്സ് ഉണ്ട്, അതിനകത്തുള്ളതാണ്. ഫസ്റ്റ് വൺ ലേണിംഗ്, second one retention, third one recall, fourth one recognition. These are the 4 elements involved in memory. First one learning. Learning എന്ന് പറഞ്ഞാൽ പഠനം. It is the primary condition of the memory. So it is said to be the primary condition of memory. മെമ്മറിയുടെ, ഓർമ്മ എന്നാണ് മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓർമ്മയുടെ പ്രൈമറി ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ അക്വിസിഷൻ ഓഫ് ന്യൂ എക്സ്പീരിയൻസസ്, പുതിയ അനുഭവങ്ങളുടെ അക്വിസിഷൻ, അതിനെയാണ് ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് എലമെന്റ് ആണ് മെമ്മറിയുടെ. ലേണിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ ആക്റ്റീവ് ഒബ്സർവേഷൻ, ഇന്റലിജന്റ് സ്റ്റഡി, സ്ട്രോങ് വിൽ, കോൺസ്റ്റന്റ് റിപ്പറ്റീഷൻ. സോ ഈ ലേണിംഗ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുകയാണ്? ഡിപ്പെൻഡ്സ് ഓൺ ആക്റ്റീവ് ഒബ്സർവേഷൻ. സോ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം കാണണമെങ്കിൽ നമുക്ക് അതിനകത്ത് എന്ത് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ലേണിംഗ്. അവിടെ ആ ലേണിംഗ് എന്ന് പറയുന്ന സംഗതി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒബ്സർവേഷനെയും നമ്മുടെ ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റഡി, നിരീക്ഷണവും, നമ്മുടെ സ്ട്രോങ് വിൽ പവറും, അതുപോലെ റിപ്പറ്റീഷനും, അല്ലെ, റിപ്പീറ്റായിട്ട് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, ഇതിനെയൊക്കെ നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള പഠനം, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ലേണിംഗ് എന്ന് പറയുന്ന സംഗതി ഇരിക്കുന്നത്. സിംപിളി പറഞ്ഞാൽ പഠനം, അതാണ് ഫസ്റ്റ് എലമെന്റ്. ദെൻ റിറ്റൻഷൻ. നമ്മൾ ഈ പഠിച്ച സാധനം റിറ്റൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ എന്ത് പറയാ, കാത്തു സൂക്ഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം. റിറ്റൻഷൻ, നിലനിർത്തുക, അതാണ് റിറ്റൻഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ്, നിലനിർത്തൽ, അതാണ് റിറ്റൻഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിസർവിങ് ദ മെറ്റീരിയൽ ലേൺഡ്. അതായത് നമ്മൾ എന്തെങ്കിലും ലേൺ ചെയ്ത ഒരു മെറ്റീരിയൽ, ഒരു തിങ്, ഒരു ഐഡിയ, എന്തോ ആവട്ടെ, അതിന്റെ പ്രിസർവിങ്. കണ്ടോ? അങ്ങനെ പ്രിസർവ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് റിറ്റൻഷൻ എന്ന് പറയുന്നത്. പ്രിസർവ് എന്ന് പറയുന്ന വേർഡ് അറിയാമല്ലോ. പ്രിസർവിങ് മീൻസ് കൺസേർവിങ്, അല്ലെ, സംരക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ആ ലേൺഡ് മെറ്റീരിയലിനെ സംരക്ഷിക്കുന്ന പ്രോസസ്, ദാറ്റ് ഈസ് റിറ്റൻഷൻ. സോ ദർ ആർ സം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റിറ്റൻഷൻ. കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ഈ റിറ്റൻഷനെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എമൗണ്ട് ഓഫ് ലേണിംഗ് ഡൺ, നേച്ചർ ഓഫ് ലേണിംഗ് മെറ്റീരിയൽ, മെത്തേഡ്സ് ഓഫ് ലേണിംഗ്, സ്പീഡ് ഓഫ് ലേണിംഗ്, മെന്റൽ സെറ്റ്, അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, എറ്റ്സെട്ര. അതായത് നമ്മൾ എത്ര എമൗണ്ട് പഠിക്കുന്നു, കൂടുതൽ എമൗണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് റിറ്റൻഷൻ ആ ഒരു പ്രിസർവ് ചെയ്ത് വെക്കാൻ സാധിക്കത്തില്ല. ലേണിംഗ് മെറ്റീരിയലിന്റെ ആ ഒരു രീതി, നമ്മൾ പഠിക്കുന്ന ലേണിങ്ങിന്റെ ആ ഒരു മെത്തേഡ്, അതിന്റെ സ്പീഡ്, മാനസികാവസ്ഥ, മെന്റൽ സെറ്റ്, മനസ്സിലാകുന്നുണ്ടോ? അറ്റൻഷൻ, താല്പര്യം, അതുപോലെ തന്നെ അറ്റൻഷൻ, ശ്രദ്ധ, ഇതെല്ലാം ഈ റിറ്റൻഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റിറ്റൻഷൻ. ദെൻ ഫോർത്ത് വൺ, റീകോൾ. റീകോൾ മീൻസ് റിവൈവൽ ഓഫ് മെമ്മറൈസ്ഡ് തിങ്സ്. പുനർജീവനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഓർത്തെടുക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി ലേൺഡ് ആയിട്ടുള്ള പ്രിസർവ് ചെയ്യുന്നതാണ് റിറ്റൻഷൻ. ആ പ്രിസർവ് ചെയ്ത് വെച്ച സാധനത്തെ റിവൈവ് ചെയ്യുന്നത്, നമ്മൾ ഓർത്തെടുക്കുന്നത്, അതാണ് റീകോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് റിവൈവൽ ഓഫ് മെമ്മറൈസ്ഡ് തിങ്സ്, അത്രേ ഉള്ളൂ. റിവൈവൽ ഓഫ് മെമ്മറൈസ്ഡ് തിങ്സ്. ഹിയർ ആർ ഓൾസോ സം
ഫാക്ടേഴ്സ് ഇവിടെയുണ്ട് കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, അതായത് അപ്രോപ്രിയേറ്റ് മെന്റൽ സെറ്റ്സ്, ഹെൽത്തി ബോഡി, റൈറ്റ് ഇമോഷൻ, മനസ്സിലാകുന്നുണ്ട്, പെർഫെക്ഷൻ ഓഫ് ക്ലൂസ്. ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റീകോൾ. റീകോൾ നമ്മുടെ ഓർത്തെടുക്കുന്നതിനെ സ്വാധീനിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യം, അതുപോലെ നമ്മുടെ ഇമോഷൻ, ഓക്കെ, നമ്മളുടെ മെന്റൽ സെറ്റ്, ക്ലൂ എടുക്കുന്നതിൻ്റെ പെർഫെക്ഷൻ, ഇതെല്ലാം റീകോളിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് പറയുന്നുണ്ട്. ദെൻ റിക്കഗ്നിഷൻ. റിക്കഗ്നിഷൻ ഈസ് ദ ഫോർത്ത് വൺ. റിക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അവയർനെസ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടോ, ബൈ വിച്ച് വി ഐഡന്റിഫൈ ദ മെറ്റീരിയൽ റീറ്റെയിൻഡ് ആൻഡ് റീകോൾ. അതായത് നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെച്ച, റിറ്റൻഷനിലൂടെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ച, റീകോളിലൂടെ നമ്മൾ ഓർത്തെടുത്ത ആ മെറ്റീരിയലിന്റെ ഒരു മനസ്സിലാക്കൽ, ഒരു ഐഡന്റിഫൈ, മനസ്സിലാവുന്നതോടെ അതിന്റെ ഒരു അവയർനെസ്, ഒരു അവബോധം എന്നൊക്കെ പറയാം. നമ്മൾ റിക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക, തിരിച്ചറിവ്, അതാണ് റിക്കഗ്നിഷൻ. നമ്മൾ എന്താണോ പഠിച്ചു വെച്ചത്, നമ്മൾ റിറ്റൻഷനിലൂടെ എന്താണോ പ്രിസർവ് ചെയ്തത്, ആ പർട്ടിക്കുലർ എക്സ്പീരിയൻസ് ഓർ തിങ് എന്തും ആകാം, അതിന്റെ ഒരു അവയർനെസ്, അതിന്റെ ഒരു അവബോധം, മനസ്സിലാവുന്നുണ്ടോ, അതിനെയാണ് റിക്കഗ്നിഷൻ എന്ന് പറയുന്നത്. റിക്കഗ്നിഷൻ ഈസ് ദ അവയർനെസ് ഓഫ് എക്സ്പീരിയൻസ് ബൈ വിച്ച് വി ഐഡന്റിഫൈ ദ മെറ്റീരിയൽ റിറ്റെയിൻഡ് ആൻഡ് റീകോൾഡ്. ഓക്കെ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് മെമ്മറി അറിയാമല്ലോ. ഈസി ലേണിംഗ്, ലോങ് റിറ്റൻഷൻ, ക്വിക്ക് റീകോൾ, ആക്യുറേറ്റ് റെക്കഗ്നിഷൻ. ദീസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് മെമ്മറി. നല്ലൊരു ഓർമ്മശക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈസി ലേണിംഗ്. ലേൺ ചെയ്യുന്ന വളരെ ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ സാധിക്കും നല്ല മെമ്മറി ഉള്ള ഒരാൾക്ക്. ലോങ് റിറ്റൻഷൻ, കൂടുതൽ കാലം അത് പ്രിസർവ് ചെയ്ത് വെക്കാൻ സാധിക്കും നല്ല മെമ്മറി ഉള്ള ഒരാൾക്ക്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ, ക്വിക്ക് റീകോൾ, പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. അതുപോലെ ആക്യുറേറ്റ് റിക്കഗ്നിഷൻ, നല്ല കൃത്യമായ തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു അവയർനെസ്, അവബോധം ഉണ്ടായിരിക്കും. കണ്ടോ, ഈസി, ലോങ്, ക്വിക്ക്, ആക്യുറേറ്റ്. ഈസി ലേണിംഗ്, ലോങ് റിറ്റൻഷൻ, ക്വിക്ക് റീകോൾ, ആക്യുറേറ്റ് റിക്കഗ്നിഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടൈപ്സ് ഓഫ് മെമ്മറി. ടൈപ്സ് ഓഫ് മെമ്മറി, ഫസ്റ്റ് വൺ, കുറച്ച് ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്, അതും കൂടെ ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് മെമ്മറി. കുറേ ഉണ്ട്, അതിനകത്ത് ഇമ്മീഡിയറ്റ് മെമ്മറിയാണ് ഫസ്റ്റ്. സോ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയുന്നത് ഇഫ് ദ ഇൻഡിവിജ്വൽ ഹാസ് ടു റീപ്രൊഡ്യൂസ് വാട്ട് ഹി ഹാസ് ലേൺഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ലേണിംഗ് ഇറ്റ്. ഇതിനെ സെൻസറി മെമ്മറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഉദാഹരണം പറയുകയാണെങ്കിൽ, വി ഐഡന്റിഫൈ എ ടെലിഫോൺ നമ്പർ ഫ്രം ദ ഡയറക്ടറി ആൻഡ് റിമെമ്പർ ഇറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഇമ്മീഡിയറ്റ് ഡയലിംഗ്. ആഫ്റ്റർ മേക്കിംഗ് എ കോൾ വി മൈറ്റ് ഫോർഗെറ്റ് ഇറ്റ്. ഉണ്ടോ, പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് നമ്മളൊരു കാറിന്റെ നമ്പർ ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ആരെങ്കിലും വിളിക്കേണ്ട, അത്യാവശ്യമായിട്ട് വിളിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ആ വിളിക്കുക എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഡയൽ ചെയ്യുന്നു, എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, ആഫ്റ്റർ മേക്കിംഗ് എ കോൾ വി മൈറ്റ് ഫോർഗെറ്റ് ഇറ്റ്, നമ്മൾ കോൾ ചെയ്തതിനു ശേഷം മറന്നു പോകുന്നു. അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ മെമ്മറിയാണ് ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് ദാറ്റ് റിമെമ്പറിങ് ഇറ്റ് ഫോർ എ ഷോർട്ട് ടൈം ആൻഡ് ഫോർഗെറ്റിംഗ് ഇറ്റ്. കുറച്ച് നേരം മാത്രമേ, അത് ഷോർട്ട് ടൈമിൽ മാത്രമേ റിമെമ്പർ ചെയ്യുന്നുള്ളൂ, പിന്നെ ഫോർഗെറ്റ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ദെൻ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് റോട്ട് മെമ്മറിയാണ്. റോട്ട് മെമ്മറി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. റോട്ട് മെമ്മറി ഈസ് ദ എബിലിറ്റി ഫോർ മെക്കാനിക്കലി റിപ്പീറ്റിംഗ് ആൻ എക്സ്പീരിയൻസ് ഈവൻ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ്. അതായത് മനസ്സിലാക്കാതെ മെക്കാനിക്കലായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഒരു സംഭവം. അങ്ങനെ റോട്ട് മെമ്മറിയിലാക്കുന്ന ഒരു എബിലിറ്റിയാണ് റോട്ട് മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റോട്ട് മെമ്മറി ഈസ് ദ എബിലിറ്റി ഫോർ മെക്കാനിക്കലി റിപ്പീറ്റിംഗ് ആൻ എക്സ്പീരിയൻസ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ മഗപ്പ് ചെയ്യത്തില്ലേ, ഒരു റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു, പക്ഷെ മനസ്സിലാക്കുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെയുള്ള മെമ്മറിയാണ് റോട്ട് മെമ്മറി എന്ന് പറയുന്നത്. സം സ്റ്റുഡൻസ് ഹാവ് എ ഗുഡ് റോട്ട് മെമ്മറി. ദേ ക്യാൻ മഗ് അപ്പ് ദ മെറ്റീരിയൽ ആൻഡ് റീപ്രൊഡ്യൂസ് ഇറ്റ് അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ. ടൈം ഓഫ് എക്സാമിനേഷൻ ആകുമ്പോൾ ഈ മഗപ്പ് ചെയ്ത് വെച്ച് അല്ലേ മെറ്റീരിയൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു പേപ്പറിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള മെമ്മറി, ചിലർക്ക് ഇത് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള മെമ്മറിയാണ് റോട്ട് മെമ്മറി എന്ന് പറയുന്നത്. ദെൻ പെർമനന്റ് മെമ്മറി. സോ ഇൻ ദിസ് മെമ്മറി ഇറ്റ് ഈസ് പോസിബിൾ ടു റിമെമ്പർ എ തിങ് പെർമനന്റ്ലി. കണ്ടോ, പെർമനന്റ് ആയിട്ടൊരു സംഗതി എന്ത് ചെയ്യുന്നു, ഓർത്തു വയ്ക്കുക. ഇറ്റ് ഈസ് സിമിലർ ടു ലോങ് ടേം മെമ്മറി,
ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി എന്നൊക്കെ പറഞ്ഞു വീണ്ടും പറയുന്നുണ്ട്. ഇതെല്ലാം ഇമ്മീഡിയറ്റ് മെമ്മറിയും ഈ പെർമനന്റ് മെമ്മറിയൊക്കെ തന്നെയാണ്. സോ ഈ പെർമനന്റ് മെമ്മറിയിൽ എന്താ ഈ ദിസ് മെമ്മറി, പെർമനന്റ് മെമ്മറി, ഇറ്റ് ഈസ് പോസിബിൾ ടു റിമെമ്പർ എ തിങ് പെർമനന്റ് ആയിട്ട് ഒരു സാധനം അല്ലെങ്കിൽ ഒരു സംഗതി ഓർത്ത് വെക്കുക. ഉദാഹരണത്തിന് നമ്മുടെ റിമെമ്പറിങ് ആർ നെയിംസ്, നമ്മുടെ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ തന്നെ പേര്, ഇതൊക്കെ നമ്മൾ മറന്നു പോകും ഇല്ല. അതിനെയാണ് പെർമനന്റ് മെമ്മറി എന്ന് പറയുന്നത്. അത് പെർമനന്റ് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ദെൻ ലോജിക്കൽ മെമ്മറി. സോ ലോജിക്കൽ മെമ്മറി ഈസ് ബേസ്ഡ് ഓൺ ലോജിക്കൽ തിങ്കിങ്. ഇൻ ദിസ് മെമ്മറി ദ ലേണർ ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി ലേൺ ആൻഡ് വൈ ഹി ലേൺ. ഈ ലോജിക്കൽ മെമ്മറിക്കകത്ത് ആ മെമ്മറിയിലൂടെ ഒരു ലേണർ മനസ്സിലാക്കുന്നു വാട്ട് ഹി ലേൺ ആൻഡ് വൈ ഹി ലേൺ. എന്തിനു പഠിക്കണോ, എന്താണ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ലോജിക്കൽ മെമ്മറിയിലൂടെയാണ്. സോ അങ്ങനെയുള്ള ലോജിക്കലി തിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർമ്മ, ലോജിക്കലി തിങ്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നു, അങ്ങനെ അത് സ്റ്റോർ ചെയ്യുന്നു. ആ മെമ്മറിയാണ് ലോജിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ലേണർ മനസ്സിലാക്കുകയാണ് എന്താണ് പഠിക്കുന്നത്, എന്തിനു പഠിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് ലോജിക്കൽ മെമ്മറിയാണ്. ഇനി ഫിഫ്ത്ത് വൺ, പേഴ്സണൽ മെമ്മറി. സോ ഇൻ പേഴ്സണൽ മെമ്മറി വി റിമെമ്പർ അവർ പാസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഓർത്ത് വെക്കുന്നതാണ് പേഴ്സണൽ മെമ്മറി. സത്യത്തിൽ പേഴ്സണൽ മെമ്മറിയും ഈ പെർമനന്റ് മെമ്മറിയൊക്കെ നമ്മുടെ ലോങ് ടേം മെമ്മറിക്കകത്ത് വരുന്ന ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. കാരണം നമ്മുടെ പേഴ്സണൽ തിങ്, എപ്പിസോഡിക് മെമ്മറി എന്നൊക്കെ പറയും പേഴ്സണൽ മെമ്മറി. കാരണം അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കഴിഞ്ഞു പോയ അനുഭവങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കുന്ന മെമ്മറിയാണ് പേഴ്സണൽ മെമ്മറി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇംപേഴ്സണൽ മെമ്മറി ഉണ്ട്. സിക്സ്ത് വൺ, ഇംപേഴ്സണൽ മെമ്മറി. ഇൻ ദിസ് മെമ്മറി ഫാക്ട്സ് റിമെമ്പേർഡ് വിത്തൗട്ട് എനി റെഫറൻസ് ടു വൺ സെൽഫ്. അതായത് ഫാക്ട്സ് ഓർത്ത് വെക്കുന്നു വിത്തൗട്ട് എനി റെഫറൻസ് ടു വൺ സെൽഫ്. നമ്മുടെ തന്നെ ഒരു കാര്യം വരുന്നില്ല അതിനകത്ത്, മറ്റെന്തെങ്കിലുമൊക്കെ ഫാക്ട്സ് ഓർത്ത് വെക്കുന്നതാണ് ഇംപേഴ്സണൽ മെമ്മറി എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം അതിനെ നമ്മൾ ഇതും ഈ പറയുന്ന പോലെ ലോങ് ടേം മെമ്മറിക്കകത്തൊക്കെ വരുന്നതാണ്. നമ്മൾ അതിനെ സെമാൻറ്റിക് മെമ്മറി എന്നൊക്കെ വേണമെങ്കിലും പറയാം. കാരണം നമ്മൾ ഒരു വേർഡോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത തരത്തിലുള്ള ഒരു വേർഡ്, അതിന്റെ മീനിങ് ഒക്കെ പഠിച്ചു വെക്കുന്നതിന് ഈ പറയുന്ന ഇംപേഴ്സണൽ മെമ്മറിക്കകത്ത് വരുന്നതാണ്. നമ്മൾ പഠിക്കുന്ന ടെക്സ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്, അതൊക്കെ ഇംപേഴ്സണൽ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ ഫാക്ട്സ് റിമെമ്പർഡ് വിത്തൗട്ട് എനി റെഫറൻസ് ടു വൺ സെൽഫ്. നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. ഓപ്പോസിറ്റ് ഓഫ് പേഴ്സണൽ മെമ്മറിയാണ് ഇംപേഴ്സണൽ മെമ്മറി, പേരിൽ തന്നെയുണ്ട്. ദെൻ ആക്റ്റീവ് മെമ്മറി. നെക്സ്റ്റ് വൺ, ആക്റ്റീവ് മെമ്മറി. ഇൻ ആക്റ്റീവ് മെമ്മറി വി മേക്ക് deliberate attempts for recollecting past experience. So ഈ ആക്റ്റീവ് മെമ്മറിക്കകത്ത് എന്താ പറയുന്നത്? ഇൻ ആക്റ്റീവ് മെമ്മറി we can make deliberate attempts for recollecting for past experience. അതായത് എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ തോന്നും. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായ അനുഭവങ്ങളുടെ ഒരു റീകളക്റ്റിംഗ് ആയിട്ടാണ് ആക്റ്റീവ് മെമ്മറി പറയുന്നത്. രണ്ടായിട്ട് തന്നെ പറയാം. മെയിൻ ആയിട്ടുള്ള രണ്ട്, ആക്റ്റീവ് മെമ്മറി, പാസീവ് മെമ്മറി എന്ന് പറയാം. ആക്റ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് ആക്ട് ആണ്, അത് ഓർത്തെടുക്കാനുള്ള. മനസ്സിലാവുന്നില്ലേ? ആക്റ്റീവ് ആണ് അവിടെ, നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഡെലിബറേറ്റ് ആക്ട് ആണ് അവിടെ ഉള്ളത്, ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ്, മനഃപൂർവ്വമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് അവിടെ നടത്തുകയാണ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഓർത്തെടുക്കാൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇൻ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ ഇൻ എക്സാമിനേഷൻ ഹാൾ വി ആർ യൂസ്ഡ് ആക്റ്റീവ് മെമ്മറി. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് മെമ്മറിയാണ്. മനസ്സിലാവുന്നുണ്ടോ? എക്സാമിനേഷൻ ഹാളിൽ നമ്മളൊരു എക്സാമിനേഷൻ ആൻസർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആക്റ്റീവ് മെമ്മറിയാണ്. പക്ഷെ പാസീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇൻ പാസീവ് മെമ്മറി ദ പാസ്റ്റ് എക്സ്പീരിയൻസസ് കം ടു അവർ കോൺഷ്യസ്നെസ് വിത്തൗട്ട് മേക്കിംഗ് എനി എഫോർട്ട്. ഒരു എഫോർട്ടും ഉണ്ടാക്കാതെ നമ്മളുടെ കോൺഷ്യസ്നെസ്സിലേക്ക്, നമ്മുടെ ബോധത്തിലേക്ക് നമ്മുടെ കഴിഞ്ഞുപോയ എക്സ്പീരിയൻസസ് വരികയാണെങ്കിൽ അതിനെ പാസീവ് മെമ്മറി എന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇൻ പാസീവ് മെമ്മറി ദ പാസ്റ്റ് എക്സ്പീരിയൻസസ് കം ടു അവർ മൈൻഡ് ഓർ കോൺഷ്യസ്നെസ് വിത്തൗട്ട് മേക്കിംഗ് എനി എഫോർട്ട്. നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ ഓർത്തിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കാത്തതും ചിലപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് കയറി വരും. അങ്ങനെ വരികയാണ് പാസീവ് മെമ്മറിയാണ്. നമ്മൾ അവിടെ ഒരു ഡെലിബറേറ്റ് ആക്ട് ഒന്നും നടത്തുന്നില്ല, ഒരു എഫോർട്ടൊന്നും നടത്തുന്നില്ല. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഷോർട്ട് ടൈം മെമ്മറിയും ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞ രീതിയിലും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. മെയിൻ ആയിട്ട് ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറി സ്റ്റോർ ഇൻ വിച്ച് ദ ലെങ്ത് ഓഫ് റിറ്റൻഷൻ ഈസ് വെരി ഷോർട്ട്. ഇൻ ഷോർട്ട് ടേം മെമ്മറി. കുറേ ഉണ്ട്, ഇത് രണ്ടായിട്ട് വേണമെങ്കിൽ പറയാം, ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം മെമ്മറിയും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, പക്ഷെ നമ്മളതൊരു 1 മാസക്കാലമോ അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷക്കാലമോ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മറന്നു പോകും.
ഷോർട്ട് ടേമാണ്. ഷോർട്ട് ടേം ആയിട്ട് നമ്മളത് മറന്നു പോകും. നമ്മൾ വീണ്ടും എടുത്ത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ മറന്നു പോകും. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറി സ്റ്റോർ ഇൻ വിച്ച് ദ ലെങ്ത് ഓഫ് ദ റിറ്റൻഷൻ ഈസ് വെരി ഷോർട്ട്. ഇനി ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് റിറ്റെയിൻസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഫോർ എ ലോങ് പീരീഡ്. കണ്ടോ, ഇറ്റ് റിറ്റെയിൻസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. അതാണ് ലോങ് ടേം മെമ്മറി. പേരിൽ തന്നെയുണ്ട് STM, LTM. STM ഷോർട്ട് ടേം മെമ്മറി, LTM ലോങ് ടേം മെമ്മറി. സോ ഷോർട്ട് ടേം മെമ്മറിക്കകത്ത് അറിയാലോ, പറഞ്ഞു. LTM ലോങ് ടേം മെമ്മറിക്കകത്ത് എന്താ? ദാറ്റ് റിറ്റെയിൻസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. ഒരുപാട് വലിയ അളവിലുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? റിറ്റെയിൻ ചെയ്തു, ഓർത്ത് വെക്കുന്നു. ഫോർ എ ലോങ് പീരീഡ്, ഒരുപാട് നേരം നിലനിർത്തുന്നുണ്ടെങ്കിൽ, അത് കുറേ നാളത്തേക്ക് നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം മെമ്മറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പെർമനന്റ് മെമ്മറിയും അതുപോലെ പേഴ്സണൽ മെമ്മറിയൊക്കെ ഈ ലോങ് ടേം മെമ്മറിക്കകത്ത് വരുന്നതാണ്. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ പേരുകൾ നമ്മൾ മറന്നു പോകും? ഇല്ല, നമ്മൾ ഓർത്ത് വയ്ക്കും. നമ്മൾ വേറെയും പേര് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ട്? എപ്പിസോഡിക് മെമ്മറി എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ഇതിനകത്ത് വരുന്ന ഒരു ഇതാണ്. ഈ ലോങ് ടേം മെമ്മറിക്കകത്ത് തന്നെ വരുന്ന സാധനങ്ങളായിട്ടാണ് പേഴ്സണൽ മെമ്മറിയൊക്കെ വരുന്നത്. എപ്പിസോഡിക് മെമ്മറി പേഴ്സണൽ മെമ്മറിക്കകത്ത് വരുന്നത്. മെമ്മറി നമ്മുടെ പേര് തന്നെ, സ്വയം പേര് തന്നെ ഓർത്ത് വയ്ക്കുന്നതൊക്കെ നമ്മുടെ ഈ അനുഭവങ്ങൾ, നമ്മുടെ പൂർവ്വകാല അനുഭവങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുന്നതും എല്ലാം നമ്മുടെ തന്നെ, ഇതൊക്കെ പേഴ്സണൽ മെമ്മറിയാണ്. അപ്പൊ ഇതെല്ലാം ലോങ് ടേം മെമ്മറിക്കകത്ത് വരും. നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കുണ്ടായ ഒരു അനുഭവം മറക്കുമോ? പിന്നെ അതുപോലെ ഇതിനെ പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടായി. പ്രൊസീജിയർ മെമ്മറി, അതുപോലെ എപ്പിസോഡിക് മെമ്മറി, ഇതെല്ലാം ലോങ് ടേം മെമ്മറിക്കകത്ത് വരുന്നത്. ഓൺവേർഡൊക്കെ ചോദിച്ചാൽ എഴുതാം. പ്രൊസീജിയർ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിന്റെ മലയാളം അങ്ങനെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ്, മനസ്സിലാവുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കുകയാണ്, മറക്കത്തില്ല. ലോങ് ടൈം ആയിട്ട് അവിടെ നിൽക്കും. അതാണ് പ്രൊസീജിയർ മെമ്മറിയൊക്കെ അതിനകത്ത് വരാൻ കാരണം. എപ്പിസോഡിക് മെമ്മറി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ എപ്പിസോഡ്സ്, നമ്മുടെ ജീവിതത്തിൽ തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസസ് കണ്ടോ, അതെല്ലാം വരുന്നതാണ് ഇത്. പിന്നെ സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന് സെമാൻറ്റിക് എന്ന് പറയുന്ന വേർഡ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ വേർഡും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടും, അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെച്ചിട്ട് ലോങ് ടൈം ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അതിലൂടെ. മനസ്സിലാവുന്നത്? കുറേ നാൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും ആ വേർഡും അതിന്റെ ഇതും പഠിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അതിന്റെ മീനിങ്ങും പഠിക്കുന്നതിലൂടെ. സോ ഇതെല്ലാം ഈ ലോങ് ടേം മെമ്മറിക്കകത്ത് വരുന്നതാണെന്നൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ മെമ്മറി ടൈപ്സ്, മെമ്മറി ആൻഡ് ടൈപ്സ്. അതിന്റെ എലമെന്റ്സും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.